ജമ്മുകാശ്മീരിൽ രജൌരിയിൽ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം 4 പരിക്കേറ്റ് ചികിത്സയിലിരുന്ന ഒരു സൈനികന് കൂടി ജീവൻ നഷ്ടമായി. മേഖലയിൽ സൈനിക നടപടി തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർ.കെ. ഗുഡ് മോർണിംഗ്. പക്ഷേ നല്ല ഒരു പ്രഭാതം എന്ന് പറയാൻ കഴിയില്ല, അത്ര സന്തോഷകരമായ വാർത്തയല്ല. ഒരു സൈനികന് കൂടി വീരമൃത്യു എന്നുള്ള ദുഃഖകരമായ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തീർച്ചയായിട്ടും സ്മിതയും ക്രിസ്റ്റീനും സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ജമ്മു കാശ്മീരിൽ ഉള്ളത്. പ്രത്യേകിച്ച് ഈ രജൌരിയിലെ പൂഞ്ച് മേഖലയിൽ അത് ഇന്നലെ ഉണ്ടായ ഈ 4 വീരമൃത്യു ഉൾപ്പെടെ കഴിഞ്ഞ 2 മാസങ്ങളിൽ ഏതാണ്ട് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും സ്മിതയ്ക്കും ക്രിസ്റ്റീനയ്ക്കും 5 സൈനികരുടെ വീരമൃത്യുവാണ് കഴിഞ്ഞ മാസം ഉണ്ടായത്. അതൊരു മേജറും ഒരു ക്യാപ്റ്റനും അടക്കമുള്ളവരാണ് അന്ന് വീരമൃത്യു വരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റം ഭീകരവാദികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ തെരച്ചിൽ വളരെ ശക്തമാക്കി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വനമേഖലകൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ഈ സാധാരണക്കാരുടെ മറപറ്റി എത്തുന്ന ഭീകരർ സൈന്യത്തിന് നേരെ നിറയൊഴിക്കുകയും സൈനികരെ ആക്രമിക്കുകയും ചെയ്തതിന് ശേഷം ഈ വനമേഖലയിലേക്ക് ഓടി ഒളിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ പല ഘട്ടങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് ഈ വനമേഖലയിൽ തിരച്ചിൽ നടത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. എങ്കിലും ഈ ദൗത്യം വളരെ കൃത്യമായിട്ട് ഇനി നിറവേറ്റിയേ നമുക്ക് മതിയാകൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലും ശ്രമത്തിലും ആണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. വ്യോമസേനയുടെ സഹായത്തോടു കൂടി ഇന്നലെ രാത്രി തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ വളരെ ശക്തമാകുന്ന രീതിയിലേക്ക് ആ മേഖലയിലുള്ള അവസാനത്തെ ഭീകരനെയും കണ്ടെത്തണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് സേന ഈ തെരച്ചിലിന് തുടക്കം ഇട്ടിരിക്കുന്നത്. ഏതാണ്ട് 19 പേരാണ് ഈ വർഷം തുടങ്ങിയതിനു ശേഷം ഈ മേഖലയിൽ മാത്രമായിട്ട് നമ്മുടെ വീരമൃത്യു വരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ജനുവരി മാസം ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഏതാണ്ട് 10ഓളം നാട്ടുകാർക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഭീകരവാദികൾ വളരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം അത് ഇനി ഉണ്ടാകരുത് എന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോഴത്തെ ഈ നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ തണുപ്പ് ഉണ്ടാകുന്ന സമയങ്ങളിലാണ് ഈ തണുപ്പിൻ്റെ മഞ്ഞിൻ്റെ മറപറ്റിയാണ് പലപ്പോഴും ഈ ഭീകരർ ഈ മേഖലയിലേക്ക് എത്തുന്നത്. അവരെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ തങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ഈ മേഖലയിലല്ലാത്ത ആളുകളാണെന്നോ അന്നേരത്തെ ആ വസ്ത്രധാരണം കൊണ്ട് നാട്ടുകാർക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഇവരുടെ നാട്ടുകാരുടെ ഭാഗമായിട്ട് ചേർന്നുകൊണ്ട് സൈന്യം പോകുന്ന സമയത്ത് വെടിയുതിർക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ക്രൂരകൃത്യം എന്ന രീതിയിലുള്ളത്. ഇത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നേരിട്ടേ മതിയാകൂ. ഏതായാലും വളരെ ശക്തമായിട്ടുള്ള തിരച്ചിൽ അടക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ആ മേഖലയിലുള്ള ജനങ്ങളുടെ സഹായം സൈന്യത്തിന് വലിയ രീതിയിൽ ലഭിക്കുന്നുണ്ട്. അത് കൂടി ഉപയോഗപ്പെടുത്തി ശരിയാണ്. ഈ മഞ്ഞുകാലം വരുന്നത് തീർച്ചയായിട്ടും അപ്പോ അത് 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.